بسم الله الرحمن الرحيم نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين ألا أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون. سورة الواقعات ആയത്ത് നമ്പർ 57 62 ഓതിയത്. അല്ലാഹു തആല ಇದರ ಮುನ್ನಲು ಚುನ್ನರ ವಿಷಯ ಇಟ್ಟಿಕರು ನರಗ ನಿವಾಸಿಂಗ ಅದಕ್ಕೆ ಮುನ್ನಲು സാബിഖീങ്ങളായ മുഖറബീങ്ങൾക്കുള്ള സ്വർഗത്തിൽ വെച്ച് നിഅമത്തുങ്ങ അത് കഴിഞ്ഞിട്ട് മധ്യമ വർഗത്തെ ആൾമാർ അസ്ഹാബുൽ യമീൻ ബലത്തെ കയ്യിൽ കിതാബ് കിട്ടിയ ആൾമാർ പിന്നായിട്ട് അള്ളാഹു ചൊല്ലെ ഇടത്ത കയ്യിൽ കിതാബ് കിട്ടിയ ആൾമാർ ചൊന്നിട്ടെങ്കിൽ മുഖ ഒരു കൂട്ട ആൾമാരെ ഖിയാമത്ത് മുഖ ബിൽത്തിട്ടിക്കു പിന്നൊരു കൂട്ട ആൾമാരെ മുഖ കറുത്തിട്ടിക്കു ചെന്നിട്ടായിട്ട് അപ്പൊ യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ് മുഖ വെളുത്ത ആൾമാറും കറുത്ത ആൾമാറും ഒരു വിഭാഗ ആൾമാർ ഇങ്ങനത്തെ ഒരു കൂട്ട നാല് ആഖിറത്തില് മിക്കവാറും ചെന്നിട്ടായിട്ട് ദുനിയാവിലും എത്ര സന്തതിണ്ടായെങ്കിലും നരകത്തിന് പോകുമ്പത്തുക അങ്ങ കറുത്തിട്ടിക്കുവാറ് ദുനിയാവിലും എത്ര കറുത്തിട്ടുണ്ടായെങ്കിലും സ്വർഗാനിവാസിങ്ങ ആഖിറത്തില് വെളുത്തിട്ടിക്കുവാറ് ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുന്നിൽ പിടിപ്പാട്ടു. അങ്ങനെ ഈ നരക ഇതര വിഷയത്തില് മഹാനായ സലഫുസ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരെ ചരിത്രങ്ങൾ നോക്കുമ്പോഴത്തേക്കും കൊറിയ സുഹാബിങ്ങ അങ്ങനെ ജീവിതത്തിൽ അങ്ങ് ചിരിച്ചിട്ടേക്കല ചെന്നിട്ടായിട്ട് അങ്ങനെ ജീവിതത്തിൽ അങ്ങ് ചിരിക്ക വന്നിട്ടേക്കലുണ്ട്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ജുബൈർ പോലെയുള്ള സുഹാബിങ്ങ അങ്ങ് ചിരിച്ചിട്ടിക്കല ചെന്നിട്ടായിട്ട് അങ്ങനെട്ടിയ ബാക്കിയുള്ള സ്വഹാബിനെ കേട്ടാറ് നിങ്ങളെ ചിരിക്കരുതായിട്ട് നിങ്ങ കണ്ടിട്ടേ ഇക്കലല്ലേ ചൊന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കു അപ്പയൽ ചൊല്ലെ കൈഫ അൽഹഖു വജഹന്നമു ഖദ് സുഖിറത് വല്ലഗ്ലാലു ഖദ് നുസിബത് വസ്സബാനിയതു ഖദ് ഉഇദ്ദത്. അല്ല എങ്ങനെ ചിരിക്കരേ നന്റെ ബായിൽ ചിരിക്ക പറമ്പത്തുക ഇല്ല നക്ക് ചിരിക്ക പണ്ടില്ല. കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ നരക ഇങ്ങനെ കത്തിയോണ്ടുണ്ടു. അതേപോലെ എങ്ങനെ നാണ് ചിരിക്കണോ ഒരു സൈഡിലെ നരക എങ്ങനെ കത്തിയോണ്ടുണ്ടു. അതേപോലെ സബാനിയായ നരകത്തിലുള്ള ചില മലായിക്കത്ത് തെല്ല് പോലും കിരുപ്പില്ലാത്ത മലായിക്കത്തുങ്ങ അങ്ങെല്ലാരും റെഡിയായിട്ടുള്ള നരകത്തിന് നാളെ വലിച്ചിടുണക്കും നരകത്തിലുള്ള ശിക്ഷ തരണുവിനായിട്ട് റെഡിയായിട്ടുള്ള ഇതിനെല്ലാം വിചാരിക്കുമ്പോഴത്തേക്കു എങ്ങനെയായിട്ട് തന്റെ മുഖത്തിൽ ചിരിക്ക പറവ് ചെന്നിട്ടായിട്ട് കേട്ടൊരു സുഹാബിയായിട്ട് സഈദ് ഇബ്നു ജുബൈർ പോലെയുള്ള സുഹാബി. അതേപോലെ മഹാനായ അബുൽ ജൗസാ റളിയല്ലാഹു അൻഹു ചൊല്ലു നക്ക് മാത്രം ആയത്തിലൊരു അധികാരം മാത്രം കിട്ടിയുണ്ടായെങ്കിൽ പണ്ട് നാനാക്കടെ സ്വതന്ത്ര ചെന്നിട്ടുണ്ടായെങ്കിൽ ഇത്തഹത്തു മിനാരൻ അല ത്വരീഖ് നക്ക് റായത്ത് മാത്രം അധികാരം കിട്ടിയുണ്ടായെങ്കിൽ നാനെന്താക്കുക ചെന്നിട്ടുണ്ടായെങ്കിൽ റായത്തില് റോഡിലെ സൈഡില് എത്രത്തൊരു മിനാറാക്കുക എത്രത്തൊരു മിനാറ എന്നിട്ടാ മിനാറാക്കിട്ട് വാഖബ്തു അലൈഹ റിജാലൻ ചില ആൾമാരുടെ ആ മിനാരത്തില് അങ്ങനെ സ്വതന്ത്ര ചെന്നിട്ടുണ്ടെങ്കിൽ വേറെന്തും ഇല്ല ആ മിനാരത്തെ മേലിട്ടങ്ങ അന്നാർ അന്നാർ നരകത്തെ നടപ്പാക്കുന്നത് മാത്രങ്ങളെ സ്വറ അങ്ങനത്തെ ഒരു കൂട്ടാൾമാരെ നാണ് നിയമക്കാക്കുക ചെന്നിട്ടു മഹാനായ അബുൽ ജൗസാ റളിയല്ലാഹു അൻഹു ചൊന്നു ആകുല സ്വതന്ത്ര ആ മിനാരത്തെ മേലിട്ട് വിളിക്കരെ ആ മിനാരത്തെ മേലിട്ട് ആ ടൗണിലുള്ള മിനാരത്തെ മേലിട്ട് അങ്ങ് വിളിച്ചുള്ളേ അന്നാർ അന്നാർ നരകമുണ്ടു നരകമുണ്ടു മറന്നു പോവണ്ട നരകത്തെ മറക്കണ്ട ചൊല്ലേ
ഈ ഒരു ശബ്ദം മാത്രമായിട്ടിരിക്കുന്ന ആ മിനാരത്തിൽ കേൾക്കും പോലെ ഞാൻ ആക്കാന്ത ചൊന്നിട്ടായിട്ടിരിക്കര് മഹാനായ അബുൽ ജൗസാ റളിയല്ലാഹു അൻഹു ചൊല്ലുണ്ടായെങ്കിൽ മാത്രല്ല അബൂബക്കർ ഇബ്നു അയ്യാഷ് റളിയല്ലാഹു അൻഹു ചൊല്ലു നാന് ഒരു നാല് മഗ്രിബ് നിസ്കാരത്തിക്ക് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുന്റെ ബാക്കില് നിസ്കാരത്തിക്ക് നിന്റെ ആ നിക്കുമ്പത്തുക നന്റെ ഒട്ടികമേ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുന്റെ മോനുണ്ട് ആര് അബൂബക്കർ ഇബ്നു അയ്യാഷ് റളിയല്ലാഹു അൻഹു ചൊല്ലെ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുന്റെ മോനു നന്റെ ഒട്ടികമേ ഉണ്ട് ഈ അബ്ബായിട്ടിരിക്കുന്ന ഇമാം നിன்று മോണു നന്റെ ഒട്ടികമേ ഉണ്ട് നന്റെ ഒട്ടികമേ സഫുൽ നിன்று അങ്ങനെ അണ്ട് മഗ്രിബ് നിസ്കാരത്തിക്ക് ബാപ്പ അബ്ബ ഫുലൈൽ റളിയല്ലാഹു അൻഹു അൽഹാകുമുത് തകാസുർ ചൊല്ലെ ഈ സൂറത്ത് ഓതിച്ചു അങ്ങനെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ അങ്ങനെ ഓതിട്ട് ലതറഉന്നൽ ജഹീം ലതറഉന്നൽ ജഹീം നിങ്ങളെല്ലാരും നരകത്തെ കാണുകൊണ്ടു ചൊല്ലെ അർത്ഥബണ്ടേ ഈ ആയത്തെ ലൈവായിട്ട് നിങ്ങൾ കാണുകൊണ്ടു ചൊല്ലെ അർത്ഥബണ്ടേ ഈ ആയത്തിക്ക് എത്തിട്ടാകുക ബാക്ക് സൈഡിലുള്ള അബൂബക്കർ ഇബ്നു അയ്യാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മോനു സഡന്നെ ഹബർത്തപ്പെട്ട് കേൾബಂತು ഹബർത്തപ്പെട്ടവിടെ കേൾಬಂತು എവിടെത്തുക ലതറഉന്നൽ ജഹീം നിങ്ങൾ നരകത്തെ നിങ്ങൾ ഫേസ് ആക്കിಕೊಂಡು കാണുകൊണ്ട് ചൊല്ലെ അർത്ഥബണ്ട് ഈ ആയത്ത് ഓതിട്ടാകുക അയാൾ ഹബർ തപ്പി പോന്നു അത് ആ ആയത്തിന് വിചാരിച്ചിട്ട് അയാൾ ഹബർ തപ്പി പോന്നു അങ്ങനെ പിന്നെ അയാൾക്ക് യഥാർത്ഥ പറമ്പത്തുക ജാവു 12 ಗಂಟೆ ജാവു കഞ്ഞിരി ചൊന്നിട്ടായിട്ടിക്കര് ചരിത്ര ചൊല്ലെ കാരണം എന്തേ വെറും നരകത്തെ വിചാരിച്ചിട്ടായിട്ടിക്കര് ആ നരകത്തിലുള്ള അതാവിടെ വിചാരിച്ചിട്ട് അയാൾ മഗ്രിബ് നിസ്കാരത്തിക്ക് അബർത്തപ്പെട്ട് കേൾബಂತು ചൊന്നിട്ടായിട്ടിക്കര് ചരിത്ര വെളിപാട്ടുണ്ടായെങ്കിൽ ഈ നോക്കൂ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ഒന്നാമത്തെ ദുആ കഴിഞ്ഞിട്ട് ചൊമ്മ മോത്തലും ദ്വാർക്കട ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചൊന്ന വിഷയമായിട്ടിരിക്കുന്നത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചൊന്നു ഒരുത്ത ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ദുആ 5 വട്ടം ചൊല്ലുന്നുണ്ടെങ്കിൽ ഈമാനോട് കൂടെ മരിക്കാൻ നമുക്ക് സാധ്യത ഉണ്ടാവും ചൊന്നിട്ടായിട്ടിരിക്കൽ ഈമാൻ കിട്ടി മരിക്കുക ചൊന്നിട്ടായിട്ടിരിക്കൽ എന്തിനർത്ഥ ഇലാഹി പടച്ച റബ്ബേ ലസ്തു ലിൽ ഫിർദൗസി അഹ്ല നിന്റെ സ്വർഗത്തിൽ വെച്ച് ഏറ്റവും ടോപ്പുള്ള സ്വർഗമായിട്ടിരിക്കല് ജന്നാത്തുൽ ഫിർദൗസ് ചൊല്ലത് ആ സ്വർഗത്തിക്ക് നക്കൊരു അർഹത്വം നക്കില്ല റബ്ബേ ലസ്തു ലിൽ ഫിർദൗസി അഹ്ല ആ ജന്നാത്തുൽ ഫിർദൗസ്ക്ക് ഒരു അർഹതയും നക്കില്ല പടച്ച റബ്ബേ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ആ ജഹന്നമുടെ തീടെ താങ്ങുമ്പോഴത്തെ ശക്തിയും നക്കില്ല റബ്ബേ നരകത്തെ തീടെ താങ്ങുമ്പോഴത്തെ ശക്തിയും നണ്ടയിലില്ല ആയ കാലത്തില് ഫഹബ്ലി തൗബതൻ പടച്ച റബ്ബേ നിന്റെ തൗബത്തെ ബായിൽ നീ നക്ക് ഗിഫ്റ്റ് ആയിട്ട് താ റബ്ബേ നക്ക് തൗബത്തെ താ റബ്ബേ നിന്റെ തൗബത്തെ നീ സ്വീകരിക്കും റബ്ബേ ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി നിന്റെ ദോഷത്തിനെ മാഫാക്ക് റബ്ബേ ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി നീ വലിയ വലിയ തപ്പുടെ നീ മാഫാക്കടവനായിട്ടിക്കരാ ചൊന്നിട്ടുള്ളേ അർത്ഥവണ്ട ദുആ ആയിട്ടിക്കര് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ദുആ കഴിഞ്ഞിട്ട് 5 വട്ടം ചൊല്ലി ദുആ വലിയൊരു പവറുള്ള ഒരു ദുആ കൂടിയായിട്ടിക്കര് അത് മാത്രമല്ല നിങ്ങൾ ഗുന്തില്ലേ എല്ലാ നാളും മഗ്രിബ് നിസ്കരിച്ചിട്ട് പോലും മഗ്രിബ് നിസ്കരിച്ചിട്ട് ആ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 വട്ടം നിങ്ങൾ ചൊല്ല അല്ലാഹുമ്മ അജിർനി മിനന്നാർ ഇല്ലേ നമ്മൾ ഓർക്കില്ലേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 വട്ടം നിങ്ങൾ ദ്വാരക്കട പടച്ച റബ്ബേ അർത്ഥം തിരെ അല്ലാഹുവേ നരകത്തൊട്ട് കാക്ക റബ്ബേ നരകത്തിൽ കാക്ക റബ്ബേ ചെന്നിട്ടു 7 വട്ടം ഇങ്ങനെ നിങ്ങൾ ദ്വാരക്കട എന്തിനേക്ക് വേണ്ടിയിട്ട് എത്ര ഒരു മനുഷ്യ നരകത്തൊട്ടിട്ട് അള്ളാഹുവിന്റെ കാവൽ കേട്ടാണ് അത്ര അവನು നരകമായിട്ട് ഡിസ്റ്റൻസ് ആവു ചെന്നിട്ടായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തി അത് മാത്രമല്ല വെള്ളിയാഴ്ച ഖുതുബോതും പുത്തുക്കും അല്ലാഹുമ്മ അജിർനി മിനന്നാർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ അവിടെയും നിങ്ങൾ 3 വട്ടം ദ്വാരക്കട എന്തിനേക്ക് ചൊന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളിട്ടിಗೆ എപ്പോഴും നരകത്ത് തൊട്ട് നിന്റെ കാവൽ കേൾക്കണോ ചൊന്നിട്ടു ദ്വാര കൊണ്ടു പഠിപ്പാട്ടിയതായിട്ടിക്കര് ഞങ്ങൾ ദ്വാര തൊട്ടുള്ളത് അപ്പൊ നരക അത്രയും സ്ട്രോങ് ആയിട്ടിക്കര് നരക ചൊല്ലത് അല്ലാഹു തആല ഞങ്ങളെല്ലാരെയും നരകത്തെ അദാബിൽ തൊട്ടിട്ടു
അള്ളാഹു ഞങ്ങളെ സലാമത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രല്ല ഇത് നോക്കൊരു പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുതൽ ചൊന്തു എന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നഹ്നു ഖലഖനാകും, നിങ്ങളെ നങ്ങായിട്ടിക്കര പടച്ചിരെ, നിങ്ങളെ സൃഷ്ടിയാക്കിയ നങ്ങ. ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങൾക്ക് എന്ത് പുനർജന്മത്തെ വിശ്വാസം നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയി. നിങ്ങൾ പടച്ചിരമേ നങ്ങായിട്ടിക്കര്, നിങ്ങൾ ഇല്ലാത്തൂടെ അള്ളാഹു ഞങ്ങളെ ടീച്ചുള്ളൂ. നിങ്ങളുടെ ഇല്ലാത്ത ഞങ്ങിപ്പ ഒരു വർഷத்துக்கு മുതലോ ഞങ്ങളുടെ ഇന്നാമ ഇല്ല, ഞങ്ങളുടെ ഇല്ലാത്ത ഒരു 50 വർഷം മുതല 60 വർഷം മുതല ഞങ്ങൾ ആരും ഇല്ലാത്ത. ആ ഇല്ലാത്ത ഞങ്ങളെ അള്ളാഹു ചൊല്ലേ, ഇല്ലാത്ത നിങ്ങളാണ് പടച്ചിര. ഫലൗലാ തുസദ്ദിഖൂൻ, നീകെന്ത് പുനർജന്മത്തെ ഒരു വിശ്വാസം നീങ്ങില്ല. ഇല്ലാത്ത നിങ്ങളതാണ് പടക്കരുതല്ല നക്ക് കഷ്ട ഉള്ള നിങ്ങളെ രണ്ടാമത് പടക്കരുത് ചൊന്നിട്ടായിട്ടിക്ക് അള്ളാഹു ഞങ്ങളെ ടീച്ചുണ്ട്. ഇല്ലാത്ത ഒന്നൊരു പടക്കുമ്പത്തായിട്ടിക്കര് ഒരുത്ത കഷ്ട ചൊന്നിട്ട് അള്ളാഹു ഒരു കഷ്ടവും ഇല്ല. യഥാർത്ഥത്തിൽ നോക്കുമ്പോ ഇല്ലാത്ത ഒന്നൊരു പടക്കണുകായിട്ടിക്കര് കഷ്ട. അതേ സന്ദർഭത്തില നിങ്ങൾ ഉള്ളാറ് നിങ്ങളാണ് സൃഷ്ടിയാക്കിയ, എന്നിട്ടാ നിങ്ങളാണ് രണ്ടാമത്തേത് ഹയാത്താക്കരുത നക്കൊരു കണക്കേ അല്ല. നീകെന്തത് ഒരു വിശ്വാസം ഇല്ലാണ്ടായി പോയേ ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹു ഞങ്ങളെ കേക്കട്. എന്നിട്ട് അള്ളാഹു ചൊല്ലേ, അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അഫറഅയ്തും മാ തുംനൂൻ, അതിനർത്ഥം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഫറഅയ്തും, നീ ഗൊന്തുണ്ട, മാ തുംനൂൻ, മാ തുംനൂൻ, നിങ്ങൾ എന്താക്കണമെങ്കിൽ നിങ്ങളെ പെഞ്ഞായിമാരെ ഗർഭാശയത്തിലേക്ക് നിങ്ങ വീര്യത്തെ നിങ്ങൾ ചൊരിക്കാറ്. ഈ വിഷയം നിങ്ങൾ എന്തിനും ഗൊന്തുണ്ടാ ചൊന്നിട്ടായിട്ട് കേൾക്കണേ. നിങ്ങളെ പെഞ്ഞായിമാരെ ഗർഭാശയത്തിക്ക് നിങ്ങൾ വീര്യത്തെ നിങ്ങൾ ചൊരിക്കാർ. ഈ ഒരു വിഷയം നിങ്ങൾ എന്തിനും ഗൊന്തുണ്ട. ആ വീര്യത്തില് കിടാവിടെ നാണ് ഉണ്ടാക്കണേ. അത് നിങ്ങമാ നാണാ ചൊന്നിട്ടായിട്ട് അള്ളാഹു കേൾക്കണേ. അത് നിങ്ങമാ നാണാ അതിനെ സൃഷ്ടിയാക്കണേ. കാല ഒരു വീര്യത്തില് ഒരു കാലത്തില് ഇവിടെ സയൻസ് ചൊന്നൊരു പലക്കൊണ്ടു. സയൻസ് ചൊല്ലത് എപ്പോഴും ചേഞ്ചസ് ആയിട്ടിരിക്കുന്നതായിട്ടിരിക്കുന്ന സയൻസ് 1698 ചൊന്നിട്ടെങ്കിൽ സരിസുമാರು 1748 തോറും ഊടെ വിജ്ഞാനിമാർ ചൊന്നിട്ട് ഒന്നുണ്ട. മക്ക എങ്ങനെ ഉണ്ടാവിടെ ചൊന്നിട്ടു ഒരു ഗവേഷണം നടന്നപ്പ 1748 തോറും ഊടെ വിജ്ഞാനിമാർ ചൊന്നിട്ടിന്നെ. അത് പെണ്ണിങ്ങലെ ബാക്കില് ഒരു മുട്ട, അവിടെ ഒരു മുട്ട സാധാരണ കോലിന്റെ ബാക്കിലുള്ള പോലെ ഒരു മുട്ട അവിടും. അത് ടൈം ആകുമ്പോത്തുക ആ മുട്ട പൊട്ടിയിട്ട് കിടാവ് പുറത്ത് പണ്ടേ ചൊന്നിട്ടായിട്ടിക്കര് വിജ്ഞാനിമാർ എത്ര 1748 തോറും വിജ്ഞാനിമാർ അങ്ങനെ ആയിട്ടിക്കര് ചൊന്നത്. അത്രയുമായിട്ടിക്കര് എല്ലാവരും വിശ്വസിച്ചില്ലേ. അതേ സന്ദർഭത്തില 1748 വന്നേ ഒരു വിജ്ഞാനി ആയിട്ടിക്കര് ഹാർട്ട് വീക്ക് ചൊല്ലാറ്. അപ്പൊ ഹാർട്ട് വീക്ക് ചൊല്ലിട്ട് വിജ്ഞാനി ചൊന്ന അല്ല, അങ്ങനല്ല. ഒരു ഉമ്മയുടെ ബാക്കില് ഒരു മുട്ടായിട്ട് അത് ടൈം ആകുമ്പോ അത് പൊട്ടിട്ട് അതിലെ ഒരു കിടാവ് പുറത്തു പണ്ടേ, അതല്ല സമ. പിന്നെമാ ഈ വീര്യാണുള്ളൂ, ആണിങ്ങലെ വീര്യാണുള്ളൂ ഒരു ചെറിയൊരു കിടാവ് വിക്കരു. ആണിങ്ങലെ വീര്യാണുള്ളൂ ചെറിയൊരു കിടാവ്, നാളെ കണ്ണ് കാണാത്ത ഒരു കിടാവ് വിക്കരു. ഈ കിടാവ് എന്തിനാവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിഞ്ഞായിമാരായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കും അങ്ങനെ ഗർഭാശയത്തിൽ അത് പോണ്ടു. പോയിട്ട് അതൊരു 3 kg ആകുമ്പോഴത്തേക്കും ആ ചെറിയ കിടാവും 3 kg ആകുമ്പോഴത്തേക്കായിട്ടിക്കര് പുറത്തുവണ്ടേ ചെന്നിട്ടായിട്ടിക്കര്. എപ്പ 1748 വിജ്ഞാനിമാർ ഹാർട്ട് വീക്ക് ചൊല്ല വിജ്ഞാനി ചെന്ന പലക്ക അങ്ങനെ ആയിട്ടിക്കര്. അതുമോട് വിശ്വസിച്ചാറ്. കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ അണ്ടത്തെ കാലത്തില് മൈക്രോസ്കോപ്പ് എന്തോ ഇല്ല നോക്കൊടുക്കും. ഇങ്ങനെ ഈ വീര്യാണല്ലോ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കിടാവ് ഉണ്ടാ ചെന്ന് നോക്കൊടുക്കില്ലേ. സംവിധാനം ഇല്ലാത്ത കാലത്തില് അണ്ടത്തെ ആൾമാർ എന്താക്കിയാർ അതിനെ നമ്പിയാറ്. അതിൽ പിന്നെ വന്ന വിജ്ഞാനിമാർ ചൊന്നാറ് അതും സമല്ല ചൊന്നാറ്. വിജ്ഞാനിമാര് ഒരു നിലനിൽപ്പും സമ്മതിക്കില്ല. കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ ഏത് സയന്റിസ്റ്റുമാരും ലാസ്റ്റ് എത്ര ഖുർആന്റെ ചെറുക്കായിട്ടിക്കര്. കാരണം അങ്ങ് ചൊല്ലതെല്ലാം ഒരു അങ്ങനെ ഇട്ടിക്കു ഇങ്ങനെ ഇട്ടിക്കു ചൊല്ലത് മാത്രം പുറത്തു ഖുർആൻ ചെറുക്കായിട്ടിക്കര് ലാസ്റ്റ് അങ്ങ് എത്ര. അതിൽ പിന്നെ ചൊന്നാൽ എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ അതും അല്ല ബാബ, അതും സമല്ല. പിന്നെ ഒരു കിടാവ് എങ്ങനെ ഉണ്ടാവുള്ളൂ ചെന്നിട്ടുണ്ടെങ്കിൽ സാധാരണ പെണ്ണിങ്ങ മെൻസസ് ബ്ലഡ് ഇക്കരും. മെൻസസ് ആ ബ്ലഡ് അതെന്തിനാവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ബ്ലോക്ക് ആവിടും. പെണ്ണിങ്ങലെ ബയത്തിലുള്ള ബ്ലോക്ക് ആവിടും. ബ്ലോക്ക് ആയിട്ടായാൽ പിന്നെ സാധാരണ ഒരു കനിയില്
തന്നി മാത്ത് കുറെ ടൈം ബ്ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് അവിടെ എന്തിനാവിടൂ ആ തണ്ണീർ ഒഴുക തൊന്ത പോലത്തെ ഒരു ചെറിയ ജീവി ഉണ്ടാവില്ലേ ഇതേപോലെ ടീച്ചർ അങ്ങനെ ചൊന്നേ ഒരു പുളു പോലത്തെ ഒരു തൊന്ത പോലത്തെ ഒരു കപ്പ പോലത്തെ ചെറിയ ജീവി ഉണ്ടാവും തൊന്ത ചൊന്ന സാധാരണ ചൊല്ല അപ്പ ഈ തൊന്ത പോലെ എന്തിനാ അവിടെ ചെന്നെങ്കിൽ ഉമ്മമാര് അങ്ങനെ ഭയത്തില് ആ ഇത് മെൻസസ് ബ്ലഡില് തൊന്ത പോലെ ആവിടും അങ്ങനെ ആ തൊന്തയായിട്ടിക്കര് തൊന്തലായിട്ടിക്കര് അത് വലിയായിട്ട് ഒരു കിടാവ് അവിടെ ചെന്നിട്ടായിട്ടിക്കര് ഇങ്ങനെയും ഒരു ടൈമിലു കൂടെ വിജ്ഞാനിമാർ ആൾമാരെ നമ്പുപാട്ടിയാറ് ആ തൊന്തലായിട്ടിക്കര് ഒരു കിടാവ് അവിടെ ഉണ്ട് അപ്പൊ ആണിങ്ങനെ സമ്പർക്കം വേണോണ്ടില്ല ഒരു കിടാവാവണം എന്തിനു വേണ്ട ആണ്ട് സമ്പർക്കം വേണ്ട കാലി പിന്നിടല് ആ ഈ മെൻസസ് ചോര അത് ബ്ലോക്ക് ആയത് അതിലുണ്ട് അവിടെ തൊന്തര കാരണത്തിലായിട്ട് കിടാവ് അവിടെ ചെന്നിട്ടും അങ്ങനെയും ഒരു കൂട്ടാൽമാർ ഇങ്ങനെ ചൊന്നിടുന്നാറ് ഇങ്ങനെല്ലാം വിജ്ഞാനിമാർ ചൊല്ലുമ്പത്തുക ഖുർആാനെതിരെ ചൊല്ലു ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം വിഷയം പഠിക്കൊണ്ടു അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അത് കാരണത്തിൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ നിറഞ്ഞ ഖൽബ് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ അള്ളാഹുടെ ധാരാളം മനസ്സിലാക്കണതും അവന്റെ പിർസബിക്കണതും ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തിറപ്പേ നീ അങ്ങനത്തെ കൽബ് നീ തരണം അനുഗ്രഹിക്കണം റഹ്മാനെ നിന്റെ ഖുർആന്റെ ധാരാളം പഠിക്കണതും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ